കേരളത്തിൽ ആര്യ രാജേന്ദ്രൻ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദൂരെ അമേരിക്കയിലിരുന്ന് ഒരാൾ കുറിച്ചു, ന്യൂയോർക്ക് നഗരത്തിന് എങ്ങനെയുള്ള മേയറെയാണ് ആവശ്യം? ഞാൻ പറയുന്നു, ആര്യയെ പോലുള്ളവരെ. ആ വാക്കുകൾ അന്ന് ഒരു പ്രവചനമായിരുന്നെങ്കിൽ ഇന്ന് അതൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. അതേ വാക്കുകൾ കുറിച്ച സുഹ്റാൻ മംദാനി എന്ന 33 വയസ്സുകാരൻ ന്യൂയോർക്ക് രാഷ്ട്രീയത്തിലെ അതികായന്മാരെയും പണക്കൊഴുപ്പിന്റെ ബലത്തിൽ അധികാരം കൈയാളുന്നവരെയും അട്ടിമറിച്ച് ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടെ അധികാരത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല, മറിച്ച് പ്രതീക്ഷയുടെയും മാറ്റത്തിന്റെയും പുതുയുഗത്തിന്റെ തുടക്കമാണ്. ന്യൂയോർക്കിലെ ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറി തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം നാമധാരി ജൂതർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നിന്നും മുൻ ഗവർണറും ഇസ്രായേൽ സയനിസ്റ്റ് അനുകൂലിയുമായ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തുന്നത്. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരാണ് മംദാനിയുടെ മാതാവ്. മീര നായർ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിയാണെന്ന് തോന്നുമെങ്കിലും പഞ്ചാബാണ് അവരുടെ സ്വദേശം. മംദാനിയുടെ പിതാവ് ഗുജറാത്തി മുസ്ലിം വംശജനായ മഹമ്മൂദ് മംദാനി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമാണ് മംദാനി. അമേരിക്കൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്ന പരമ്പരാഗത ശക്തികളോടും പ്രത്യേകിച്ച് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരമോഹത്തോടും മംദാനിക്ക് ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു. ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കുടിയേറ്റക്കാർക്കും തൊഴിലാളി വർഗങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു ശക്തമായ മുഖമായി മംദാനി മാറിക്കഴിഞ്ഞു. ന്യൂയോർക്ക് ഡെമോക്രാറ്റിക് മേയർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ മംദാനി ആദ്യ റൗണ്ടിൽ 93% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 43.5% വോട്ടുകൾ നേടിയിരുന്നു. അതേസമയം ആൻഡ്രൂ ക്യൂമോയ്ക്ക് ലഭിച്ചത് 36.4% വോട്ടുകൾ മാത്രമാണ്. ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് 2021 രാജിവെച്ച ക്യൂമോയ്ക്ക് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു നിർണായക തിരിച്ചുവരവ് ഘട്ടമായിരുന്നു ഇത്. എന്നാൽ ഒരു കുടിയേറ്റക്കാരനും ജനാധിപത്യ സോഷ്യലിസ്റ്റുമായ മംദാനി നേടിയ ഈ ശക്തമായ വിജയം രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിച്ചു. എന്നിരുന്നാലും ഈ വിജയം എതിർ സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ ക്യൂമോയെ അംഗീകരിക്കാൻ നിർബന്ധിതനാക്കി. ഇന്ന് അവന്റെ രാത്രിയാണ്. അവൻ അത് അർഹിച്ചിരുന്നു. അവൻ വിജയിച്ചു എന്നായിരുന്നു 67 വയസ്സുകാരനായ ക്യൂമോയുടെ പ്രതികരണം. ഡെമോക്രാറ്റിക് പ്രൈമറി മത്സരത്തിന്റെ അന്തിമ ഫലം ജൂലൈ 1 പ്രഖ്യാപിക്കുക. മംദാനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തെ നയിക്കുന്ന ആദ്യത്തെ മുസ്ലിം ഇന്ത്യൻ അമേരിക്കൻ മേയറാകും അദ്ദേഹം. ന്യൂയോർക്കിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരിചയസമ്പന്നനായിരുന്ന ആൻഡ്രൂ ക്യൂമോയെ തോൽപ്പിച്ച് പുരോഗമനവാദിയും യുവാക്കളുടെ ഇടയിൽ തരംഗവുമായി മാറിയ സുഹ്റാൻ മംദാനി ആരാണെന്ന് വിശദമായി നോക്കാം. പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ജനസംഖ്യയുടെ 10%-ലേറെ വരുന്ന ജൂത വോട്ടുകളും നിറഞ്ഞ ന്യൂയോർക്കിൽ മംദാനിയുടെ പലസ്തീൻ അനുകൂല നിലപാട് ഉയർത്തി ക്യൂമോ നടത്തിയ പ്രചാരണങ്ങളൊന്നും ഫലം കണ്ടില്ലെന്നും മാത്രമല്ല, ചെറുപ്പക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാനും അത് വോട്ടാക്കി മാറ്റാനും മംദാനിക്ക് കഴിഞ്ഞു. ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഭർത്താവ് മഹമ്മൂദ് മംദാനിയുടെയും മകനായി ഉഗാണ്ടയിലാണ് സുഹ്റാൻ മംദാനി ജനിച്ചത്. 7ാമത്തെ വയസ്സിൽ കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലേക്ക് താമസം മാറിയ അദ്ദേഹത്തിന് 2018 US പൗരത്വം ലഭിച്ചു. ക്വീൻസിലെ ഫോർക്ലോഷർ പ്രീവെൻഷൻ ഹൗസിംഗ് കൗൺസിലറായി മംദാനി പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 ക്വീൻസിൽ നിന്ന് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ന്യൂയോർക്ക് സിറ്റിയിലെ ടാക്സി ഡ്രൈവർമാരുടെ കടാശ്വാസത്തിനായി വാദിച്ചുകൊണ്ട് അദ്ദേഹം അവർക്കൊപ്പം 15 ദിവസത്തെ നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടിയ മംദാനി കോളേജ് പഠനകാലത്ത് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പലസ്തീൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ എതിർത്ത മംദാനിക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ജൂതവിരോധി എന്ന ആരോപണം പലതവണ നേരിടേണ്ടി വന്നെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ച തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വോട്ടർമാരെ കൂടുതൽ ആകർഷിച്ചു. ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം ന്യൂയോർക്ക് നഗരത്തിലെ ജീവിത ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു മംദാനിയുടെ പ്രചാരണം മുന്നോട്ട് പോയത്. സാധാരണക്കാരെ തകർക്കുന്ന ചെലവുകൾ കുറയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. ന്യൂയോർക്കിലെ സിറ്റി ബസ്സുകൾ ആളുകൾക്ക് സൗജന്യമാക്കുക, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ശിശു സംരക്ഷണം നൽകുക എന്നിവ മംദാനി പ്രധാന വാഗ്ദാനങ്ങളായി ഉയർത്തിക്കാട്ടി. 2030 ആകുമ്പോഴേക്കും മണിക്കൂറിന് ഏറ്റവും കുറഞ്ഞ വേതനം $30 ഉയർത്തണമെന്നും മംദാനി ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റ് നികുതി നിരക്ക് 11.5% ആയി ഉയർത്തിക്കൊണ്ടും പ്രതിവർഷം $1 മില്യൺ കൂടുതൽ വരുമാനം നേടുന്ന ന്യൂയോർക്കുകാർക്ക് 2% നിരക്കിൽ നികുതി ചുമത്തിക്കൊണ്ടും തന്റെ ഭാവി പദ്ധതികൾക്കുള്ള പണം കണ്ടെത്താമെന്നും മംദാനി വാദിച്ചു. ഇതിനെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത്. ന്യൂയോർക്ക് സിറ്റി റാങ്ക് ചോയ്സ് വോട്ടിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്.
ഇതുപ്രകാരം മുൻഗണനാക്രമത്തിൽ 5 സ്ഥാനാർത്ഥികളെ വരെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ഇതിൽ ആദ്യ ചോയ്സിലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് 50% വോട്ട് നേടാൻ കഴിയാതെ വന്നാൽ തിരഞ്ഞെടുപ്പ് ബോർഡ് രണ്ടാമത്തെ ചോയ്സിലുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. അതേസമയം ജൂൺ 14 ന്യൂയോർക്കിൽ ആരംഭിച്ച നേരത്തെയുള്ള വോട്ടിംഗിൽ ഞായറാഴ്ചയോടെ 3,80,000-ലധികം ആളുകൾ വോട്ട് ചെയ്തെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് 2021 രേഖപ്പെടുത്തിയ വോട്ടിന്റെ ഇരട്ടിയിൽ അധികം വരും. CBS ന്യൂയോർക്ക് റിപ്പോർട്ട് അനുസരിച്ച് ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ ഒരു ഉഷ്ണതരംഗം ഉണ്ടായിട്ടും അത് പോളിംഗിനെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല, കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് 1 ദശലക്ഷത്തിലധികം ആളുകൾ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സൊഹ്റാൻ മംദാനിയുടെ വിജയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് ജയം മാത്രമല്ല, ഇത് കുടിയേറ്റക്കാരുടെയും തൊഴിലാളി വർഗത്തിന്റെയും സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച ഒരു മുന്നേറ്റമാണ്. പണവും അധികാരവും വാഴുന്ന രാഷ്ട്രീയ ലോകത്ത് സാധാരണ മനുഷ്യരുടെ ശബ്ദമായി മാറാൻ ഒരാൾക്ക് കഴിയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിജയം. ഇത് ഓരോ സ്വപ്നം കാണുന്ന വ്യക്തിക്കും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ സമൂഹത്തിനും പ്രചോദനമാണ്. നാം ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായാലും നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്താൽ ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിച്ച് വിജയത്തിലെത്താൻ കഴിയുമെന്ന് സൊഹ്റാൻ മംദാനി തെളിയിച്ചിരിക്കുന്നു. ഈ വിജയം നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിന് മാതൃകയുമാണ്.